ശ്രീ ജയ്ക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ആനന്ദകുമാറാണ് അദ്ദേഹം, നമുക്കറിയാം സായി ട്രസ്റ്റിൻ്റെയും സായി ഗ്രാമത്തിൻ്റെയും ഒക്കെ മുഖ്യ വ്യക്തിയാണ്. പുള്ളിയുടെ വിശ്വാസ്യതയിലാണ് പലരും ഇതിനകത്ത് ചെന്ന് ചാടിക്കൊടുത്തതും. ഇപ്പോൾ ആനന്ദകുമാർ ഇപ്പോഴും സേഫാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് കൊണ്ടാണ്, മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആക്ട് ചെയ്യുന്നില്ല എന്ന് സാങ്കേതികവാദം പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ ആനന്ദകുമാർ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന ഒന്നാമത്തെ ചോദ്യം ഇവിടെ ശ്രീ ജിജി ചോദിച്ച പോലെ അദ്ദേഹമാണ് കിങ് പിൻ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അപ്പോൾ ആനന്ദകുമാറിന് ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പത്തിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഇപ്പോൾ പരാതി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കെതിരെ കേസ് വന്നു. ഒരു ഹൈക്കോടതി മുൻ ജഡ്ജിക്കെതിരെയും അതുപോലെ തന്നെ നജീബ് കാന്തപുരം MLA-ക്കെതിരെയൊക്കെ കേസ് വന്നു. പക്ഷേ ആദ്യം മുതലേ ആരോപണ വിധേയനായ എൻ രാധാകൃഷ്ണന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നില്ല. അദ്ദേഹത്തിനെ തപ്പി ഇഡിയും പോകുന്നില്ല, കേരള പോലീസും പോകുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? തീർച്ചയായിട്ടും നമ്മളുടെ ഈ സംവാദത്തിന്റെ ആദ്യഘട്ടം തന്നെ അത്യന്തം കൗതുകകരമാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ വരെ ഇഡിയോടും ദേശീയ അന്വേഷണ ഏജൻസിയോടും യജമാനേക്കാൾ വലിയ യജമാന ഭക്തി കാണിച്ചിട്ടുണ്ടായിരുന്ന, കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതലുണ്ട് എന്ന് സത്യസന്ധമായും അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരം ഏജൻസികളുടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്താവായിരുന്നു. ഞാൻ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പരിഹസിക്കാനോ അപഹസിക്കാനോ ഒന്നും ഞാൻ ആളല്ല. അദ്ദേഹം നല്ലൊരു വഴിയിലേക്ക് വന്നാൽ നമുക്കെല്ലാവർക്കും അത് സ്വീകാര്യമാണ്, ഇരിക്കട്ടെ. അതോടൊപ്പം BJP നേതാവിന്റെ അദ്ദേഹത്തിന്റെ വാദഗതി മുമ്പോട്ട് വെക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം തട്ടിപ്പിനെ രണ്ടായി നിർവചിച്ചുകൊണ്ട് തട്ടിപ്പിന്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ച് നമ്മോട് വാചാലരാവുകയാണ്. ഈ രണ്ടു കൂട്ടരുടെയും വർത്താനം ആത്യന്തികമായി എടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരും പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ BJP നേതാക്കന്മാരും പെട്ടിട്ടുണ്ട്. സൊസൈറ്റി രൂപീകരിച്ച് തട്ടിപ്പ് നടത്തി തട്ടിപ്പുകാരന് വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയ പറ്റീര് നടത്തിയത് ആരൊക്കെ? അതല്ലേ ഈ കേസിനുള്ള ഏകമാനം? നിങ്ങൾ ഈ പറയുന്ന ആനന്ദകുമാറും അനന്തകൃഷ്ണനും കേട്ടോ, നിങ്ങളുടെ ആളുകളും പെട്ടിട്ടുണ്ട്. എന്തിനും നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലാണ് ഒരു സീഡ് സൊസൈറ്റി ഉണ്ടായിരുന്നത്, പാലക്കാട്ടെ മന്ത്രിയുടെ. അപ്പോ പെട്ടവരിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, അവതാരകൻ എന്ന നിലയിൽ അങ്ങയുടെ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം. കോൺഗ്രസ് BJP നേതാക്കന്മാർ സംസാരിച്ചത് അത്രയും സത്യസന്ധമാണ് എന്ന് അങ്ങേക്ക് മാത്രം ബോധ്യമുള്ളതുകൊണ്ട് അങ്ങ് ഇടപെട്ടേക്കില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ പ്രതിനിധിയായ ഞാൻ സംസാരത്തിന്റെ ആദ്യ വാക്യം തുടങ്ങിയപ്പോ തന്നെ അങ്ങേക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഏത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാ തട്ടിപ്പിന്റെ ഭാഗമായി നിന്നേ? അല്ല, ഞാൻ ചോദിച്ചതാ, അങ്ങയോട് തന്നെ എന്റെ സംശയം ക്ലിയർ ചെയ്ത് പോകാം. മന്ത്രിയെ ജയിക്ക് ഡിഫെൻഡ് ചെയ്യുള്ളൂ. ജനതാദൾ LDF-ലെ ഒരു ഘടകകക്ഷിയാണല്ലോ. അപ്പൊ അങ്ങനെ കൂടെ പറയണം. കാരണം ഞാൻ BJP-യെയും കോൺഗ്രസിനെയുമാണ് പേരെടുത്ത് ആക്രമിച്ചത്. BJP-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ് ഈ അഖില ലോക തട്ടിപ്പ് വീരന് വേണ്ടി തട്ടിപ്പ് സംഘം രൂപീകരിച്ച് നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തകർ മുതൽ സമുദായ സംഘടനാ നേതാക്കന്മാർ മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുഴുവൻ സാധാരണക്കാരുടെയും കീശയിൽ കിടക്കുന്ന കാശ് കട്ടോണ്ട് പോയി ഈ തട്ടിപ്പുകാരന് കഞ്ഞി വെച്ച് കൊടുത്തത് BJP-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. അതിൽ CPIM-ന്റെ ഒറ്റ നേതാവില്ല ഇതുവരെ. ഇനി പറഞ്ഞല്ലോ, ഇത് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണ്, മഞ്ഞുമലയുടെ അറ്റമാണ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കട്ടെ, അവതാരകന് വിഷമം ഉണ്ടായല്ലോ, അവതാരകന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവതാരകന് മറുപടി പറയാം. കേരളത്തിൽ കോൺഗ്രസിന്റെ BJP-യുടെ മറ്റേത് പാർട്ടിയുടെയും എടുത്ത് നോക്കിക്കോ, ഈ തട്ടിപ്പിന്റെ മഞ്ഞുമലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോ ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ തട്ടിപ്പ് വീരന് വേണ്ടി കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, ഏത് കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ? നജീബ് കാന്തപുരം കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, ലാലി വിൻസെന്റ് കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, എൻ രാധാകൃഷ്ണൻ കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, പ്രമീള ദേവി കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. എന്തേ എല്ലാം പഠിച്ചു പറയുന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ പിന്നെ കഴിഞ്ഞ 24 മണിക്കൂറായി കണ്ടിട്ടില്ല, അഭിപ്രായം പറയുന്നില്ല. എന്തേ KPCC-യുടെ പ്രസിഡന്റ് RSS-നെ അതിശക്തമായി എതിർക്കാറുള്ള, അങ്ങനെ ആയിരിക്കും നമ്മുടെ അഭിനവ കോൺഗ്രസ് പ്രതിനിധി പറയാറുള്ളത്. ശാഖയ്ക്ക് കാവലെന്ന കാര്യമൊക്കെ അദ്ദേഹം മറന്നിട്ടുണ്ടാകും, ഇരിക്കട്ടെ. RSS-നെ അതിശക്തമായി ഏതോ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ത്രാണിയുള്ള നമ്മുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മിണ്ടുന്നില്ല. BJP-യുടെ ആഗോള അനീതികൾക്കെതിരെ രംഗത്ത് വരുന്ന കുഴൽപ്പണ കേസിൽ പ്രതിയായി ED-യുടെ കാരുണ്യത്തിൽ മാത്രം കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് മിണ്ടുന്നില്ല. അവിടെയാണ് ഈ തട്ടിപ്പുകാരന് കഞ്ഞി വെച്ച് കൊടുത്തത് അത്രയും ഈ സംഘമാണ്. പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ച് ഞാൻ 2 വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. 81 അംഗ അന്വേഷണ സംഘം
എന്റെ പരിമിതമായ അറിവിൽ ഇന്നയോളമുള്ള കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ 81 CI-മാരും DYSP-മാരും അടങ്ങുന്ന അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയാണ്. അതിന്റെ കോടതിയുടെ അനുമതിയോടുകൂടെ വിവിധ കേന്ദ്രങ്ങൾ ഈ നമ്മുടെ ക്രൈംബ്രാഞ്ച് റെയ്ഡ് ചെയ്യുന്ന സമയത്താണ്, റെയ്ഡ് നടക്കുന്ന സമയത്ത് ചില കേന്ദ്രങ്ങൾ ED രംഗപ്രവേശനം ചെയ്യുന്നത്. കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഞാൻ ഇപ്പൊ EDയുടെ അന്വേഷണ സാധ്യതയെ അവരുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ചില അനുഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ് അനുഭവം? നമ്മുടെ മുമ്പിൽ ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ഇതേപോലെ രേഖകൾ പിടിച്ചെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്യേണ്ട വന്നു? ഹൈക്കോടതി ഉത്തരവിട്ടു EDയുടെ പുണ്യാത്മാക്കളോട് കൊണ്ടുപോയി തിരികെ കൊടുക്കാൻ പറഞ്ഞു ആ അന്വേഷണ രേഖകൾ. കുഴൽപ്പണ കേസ് തട്ടിയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു. PMLA ആണെന്ന് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. തൊട്ടു നോക്കിയിട്ടില്ല ED. ആ സംഘം ഈ കേസിൽ രംഗപ്രവേശനം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നത് ന്യായമായും പ്രബലമായും ചില സംശയങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഘത്തിന്റെ പുതിയ വിവരങ്ങൾ വെളിയിൽ വരുമ്പോൾ ഇവർക്ക് മറുപടി പറയേണ്ടതായി വരും. ശരി, ഓക്കെ.